നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. പാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. ആർത്തുപാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. കർത്താവായ യേശുവേ, വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ അങ്ങയുടെ ശക്തമായ ആത്മാവിൻ്റെ അഭിഷേകം പകരണമേ. യേശു ആരിലും വലിയവൻ എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, വചനം ശ്രവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ വിശ്വാസികളെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ആഴമായ നവീകരണത്തിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേക പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ. നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എല്ലാവരും സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ, ദൈവാത്മാവേ, ഞങ്ങളെ നവീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ, ചിന്തകളെ നവീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന തെറ്റായ അറിവുകളെല്ലാം ദൈവാത്മാവേ എടുത്തു മാറ്റണമേ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ആഴമായ നവീകരണ അനുഭവത്തിലേക്ക്, പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനാകുന്ന ഒരു പുതിയ ആത്മാവിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഗലാത്യർ 6:15 ഒരു പുതിയ സൃഷ്ടിയാവുക, ഇതാണ് പരമപ്രധാനം. കർത്താവേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന പഴയ മനുഷ്യനിൽ നിന്ന്, ആസക്തി നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ പഴയ മനുഷ്യനിൽ നിന്ന് എന്നെ ഒരു നവീകരിക്കപ്പെട്ട, ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ശക്തമായ ഒരാത്മാവിൻ്റെ അഭിഷേകം എന്നിലേക്ക് ആത്മാവെ ഇപ്പോൾ പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മളെല്ലാവരും മാംസത്തിൻ്റെ ഇച്ഛയിൽ നിന്ന് ജനിച്ചവരാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ
ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. മാംസത്തിൽ നിന്ന് ജനിച്ച നാം ഓരോരുത്തരും മാംസത്തിൻ്റെ പ്രവണതകളുള്ളവരാണ്. മാംസത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ നമുക്ക് പലപ്പോഴും ആവുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? പരിശുദ്ധാത്മാവിനാൽ നാം നവീകരിക്കപ്പെടണം. പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനപ്രകാരം സഭ നവസുവിശേഷവൽക്കരണത്തിലൂടെ കടന്നു പോകുക. സഭ എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ സമൂഹമാണ്. വിശ്വാസികളുടെ സമൂഹമാണ് നവീകരിക്കപ്പെടേണ്ടത്. ഓരോ വിശ്വാസിയും വ്യക്തിപരമായിട്ട് നവീകരിക്കപ്പെടണം. നവീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്നിലെ ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഗലാത്യ 6:15 നാം വായിക്കുന്നു, ഒരു പുതിയ മനുഷ്യനായി തീരുക, ഇതാണ് പരമപ്രധാനം. ജഡത്തിൻ്റെ ആസക്തികൾക്ക് അനുസരിച്ച് ജീവിച്ച ഞാൻ, ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ച ഞാൻ, ലോകത്തിൻ്റെ ആസക്തികൾക്ക്, കണ്ണുകളുടെ ആസക്തികൾക്ക് എന്നെ തന്നെ വിട്ടുകൊടുത്ത് ഞാൻ നവീകരിക്കപ്പെടണം. ജഡിക മനുഷ്യനിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ഒരു മാറ്റമാണ് നവീകരണം എന്ന് പറയുന്നത്. ജഡത്തിൻ്റെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. നവീകരണം നമ്മിൽ തന്നെയാണ് സംഭവിക്കേണ്ടത്. നാം നമ്മുടെ കുടുംബത്തിലുള്ളവരെ അല്ലെ മറ്റുള്ളവരെയൊക്കെ നവീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാറുണ്ട്, അതൊക്കെ നല്ലത് തന്നെ. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ചെയ്യുന്ന എന്നിൽ നവീകരണം സംഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഒരു ജീവിതം നയിക്കാത്ത ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഉപദേശിക്കുവാൻ എങ്ങനെ സാധിക്കും? മദ്യപിക്കുന്ന, പുകവലിക്കുന്ന ഒരു പിതാവിന് മക്കളോട് ഇക്കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുവാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? ഈ അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരൻ പങ്കുവെച്ചതാ. മദ്യപാനിയാണ്, പുകവലിയ, എല്ലാ പാപദുശ്ശീലങ്ങൾക്കും അടിമയായ ചെറുപ്പക്കാരനാണ്. അവനോട് അവൻ്റെ അമ്മ പറഞ്ഞു, നീ ഒരു ധ്യാനം കൂടണം. അവൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഇപ്പോൾ അതിന് സമയമായിട്ടില്ല. അവൻ പറയുന്നു, എൻ്റെ അപ്പൻ എത്രയോ പ്രായമായിട്ട് ഒരു ധ്യാനമൊക്കെ കൂടി മദ്യപാനം പുകവലിയൊക്കെ നിർത്തിയത്. വർഷങ്ങളോളം എൻ്റെ അപ്പൻ മദ്യപാനത്തിനും പുകവലിയിലും പാപകരമായ ജീവിതമല്ലേ നയിച്ചത്. പ്രായമായി രോഗിയായി കഴിഞ്ഞപ്പോഴല്ലേ അപ്പന് നവീകരണം ഉണ്ടായത്. ഞാനിതൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ, ഇതിൻ്റെ സുഖമൊക്കെ ഞാനൊന്ന് അനുഭവിക്കട്ടെ. അല്പം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ധ്യാനമൊക്കെ കൂടി ഈ പാപദുശ്ശീലങ്ങളൊക്കെ അവസാനിപ്പിക്കാം. ഒരു മകൻ അമ്മയോട് പറഞ്ഞ വാക്കുകളായത്. ആ അമ്മ വലിയ സങ്കടത്തോടെ എന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ വളരെ മോശമായ ജീവിത വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. വിവാഹം കഴിച്ചിട്ടില്ല, മ്ലേച്ഛത നിറഞ്ഞ പാപത്തിൻ്റെ വഴികളും എല്ലാ വഴികളിലൂടെയുമാണ് എൻ്റെ മകന് കടന്നു പോകുന്നത്. ഈ അമ്മ പറഞ്ഞ് സങ്കടപ്പെട്ടു. അവൻ്റെ മുൻപിൽ നിൽക്കുന്ന മാതൃക അവൻ്റെ അപ്പന. ആ അപ്പൻ ഇങ്ങനെ ജീവിച്ചില്ലേ?
അതുപോലെ ഞാനും കുറെ കാലം ജീവിച്ചിട്ടേ ഒന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറുള്ളൂ. ഈ ഒരു വാശിയില്ല. പലപ്പോഴും നവീകരണം സംഭവിക്കേണ്ടത് മാതാപിതാക്കളില് അല്ലെ നേതൃത്വത്തിൽ നിൽക്കുന്നവരില. നേതൃത്വത്തിൽ നിൽക്കുന്നവര് ശരിയായ ദിശയിൽ ദൈവജനത്തെ നയിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം വഴിതെറ്റിപ്പോകും. സങ്കീർത്തനം 32:8 വചനം, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ വഴി നടത്താം, നിന്നെ ഉപദേശിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് നാം മാറണം. ഒരു പുതിയ മനുഷ്യനായിട്ട് മാറേണ്ട സമയം ഒരുപക്ഷേ നമ്മിൽ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാറ്റം ഇന്നാണ് സംഭവിക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ പരിവർത്തനം ഇപ്പോഴാണ് സംഭവിക്കേണ്ടത്. നാളെ എന്ന ദിവസത്തെക്കുറിച്ച് എനിക്കുറപ്പില്ല. എൻ്റെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്താമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇന്ന് ഇപ്പോഴാണ് മാറ്റം വരുത്തേണ്ടത്. നവസുവിശേഷവൽക്കരണത്തിൽ വ്യക്തിപരമായ മാറ്റം നമ്മൾ സംഭവിക്കട്ടെ. ആഴമായ ആന്തരിക രൂപാന്തരീകരണമാണ് നമ്മൾ സംഭവിക്കേണ്ടത്. വചനത്തിനനുസരിച്ച് നമ്മൾ രൂപാന്തരപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ മേൽ ഞാൻ ദൃഷ്ടി ഉറപ്പിച്ച് നടക്കേണ്ട വഴികളിലൂടെ ഞാൻ നടത്താം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിശൂന്യനാവരുത്. മൃഗത്തിൻ്റെ ജീവിത ശൈലിയിലേക്ക് നീ പോകരുത്. വിവേകത്തോടുകൂടി നീ ജീവിക്കുവാൻ തയ്യാറാകണം. വിവേകമില്ലാത്ത മനുഷ്യനെ പോലെ, ഫോഷനായ മനുഷ്യനെ പോലെ നീ ഒരിക്കലും പെരുമാറരുത്. ഒരു മാറ്റത്തിൻ്റെ പുതിയ കാഹളം ഇവിടെ മുഴങ്ങുകയാണ്. വിശ്വാസ സമൂഹത്തെ ഉണർത്തുന്നതിന് വേണ്ടി നവസുവിശേഷവൽക്കരണം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് വെറും പേപ്പറിൽ ഒതുങ്ങുന്നതാവരുത്. നമ്മുടെ ജീവിതം കൊണ്ട് അനേകരെ നവീകരിക്കുവാൻ, അനേകരെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം, ധ്യാനം തുടങ്ങുന്ന ദിവസം എന്നെ കാണുവാനായിട്ട് ഒരു സഹോദരൻ കാത്തു നിൽക്കുക. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു വ്യക്തിയുമുണ്ട്. ആ മകനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മാസങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം കൂടിയ വ്യക്തിയാ. ആദ്യത്തെ ഒരു ധ്യാനത്തിലൂടെ തന്നെ ആഴമായ നവീകരണത്തിലേക്ക് വന്നു. വചനമനുസരിച്ച് ജീവിതത്തിന് മാറ്റം വരുത്തി. മാറ്റം വരുത്തിയ മനുഷ്യൻ ഇന്ന് കർത്താവിൻ്റെ പ്രേക്ഷിതനാണ്. എന്നോട് പറയുകയാണ്, എൻ്റെ കൂടെ ഈ നിൽക്കുന്ന സഹോദരൻ ഇപ്പോൾ എന്നോടൊപ്പം പ്രേക്ഷിത വിലയ്ക്കുണ്ട്. എന്നോടൊപ്പം ധ്യാനം കൂടിയ വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ആഴ്ച 10ഓളം പേരെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സഹോദരൻ പറയുന്നു, എൻ്റെ ഇടവകയിൽ ഇന്ന് അനേകം കുടുംബങ്ങൾ രക്ഷയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. അനേക വ്യക്തികൾ മദ്യപാനം ഉപേക്ഷിച്ചു, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ചു, പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിട്ട് മാറി. ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. ഒരു ഇടവകയിലെ ഒരു മകൻ്റെ ആഴമായ മാനസാന്തരം, ഒരു വ്യക്തിയുടെ നവീകരണം, ആ ഇടവകയിൽ ശക്തമായ ഒരു നവീകരണത്തിന് കൊടുങ്കാറ്റ് വീശുകയാണ്.
അനേക വ്യക്തികൾ ഇന്ന് കർത്താവിലേക്ക് വരുന്നു, കർത്താവിൻ്റെ വചനം കേൾക്കാൻ വരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരിച്ചറിയണം, മാറ്റം സംഭവിക്കേണ്ടത് നമ്മിലാണ്. നവീകരണം ഉണ്ടാകേണ്ടത് എന്നിലാണ്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്ന നീയും ഞാനും സ്വയം മാറ്റം വരുത്തേണ്ട സമയം കടന്നുപോയിരിക്കുക. തിരുത്തേണ്ടത് തിരുത്തുവാൻ, നടക്കേണ്ട വഴിയിലൂടെ നടക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. നവസുവിശേഷവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് കാരണമാവട്ടെ. ജോഷുവ 3:5 പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആഴമായ ഒരു ശുദ്ധീകരണത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ്. സഭ നമ്മളെ ക്ഷണിക്കുകയാണ്. പാപവും പാപത്തിൻ്റെ വഴികളും നമുക്ക് വിട്ടുപേക്ഷിക്കാം. തെറ്റായ ചിന്താധാരകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നവീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാം. വചനത്തിൽ നിറഞ്ഞ് വചനത്തിൻ്റെ സാക്ഷിയായിട്ട് നമുക്ക് ജീവിക്കാം. ആഴമായ ഒരു നവീകരണം നമ്മിൽ സംഭവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉണർത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് ദൈവസന്നിധിയിലേക്ക് കരങ്ങളുയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന മക്കളുടെ മേൽ ശക്തിയോടെ അങ്ങ് ആവസിക്കണമേ. ആഴമായ നവീകരണം ഞങ്ങളിൽ സംഭവിക്കട്ടെ. തെറ്റായ അറിവുകള്, തെറ്റായ പ്രബോധനങ്ങള് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ, സഭാ അധികാരികൾക്കെതിരെ ചിന്തിക്കുന്നവർ, വിമർശിക്കുന്നവർ, അവരുടെ ഹൃദയങ്ങളിൽ മാറ്റം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. സഭയുടെ മക്കളെ മാനസാന്തരത്തിലേക്ക്, നവീകരണത്തിലേക്ക് നയിക്കണമേ. സഭയോട് ചേർന്ന് നിൽക്കുവാൻ വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ അഭിഷേകം പകരണമേ. സഭയ്ക്കെതിരെ ചിന്തിക്കുന്ന, സഭാമക്കളിൽ പ്രവർത്തിക്കുന്ന എതിർചിന്തയുടെ ദുരാത്മാവ് വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരട്ടെ. സഭയോട് ചേർന്ന് സഭാമക്കളിൽ പ്രവർത്തിക്കുന്ന എതിർചിന്തയുടെ ദുരാത്മാവിനെ ക്രൂശിന്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു. നിർവീര്യമാവട്ടെ. ദൈവത്തിൻ്റെ ജനം വിടുതലേക്ക് വരട്ടെ, നവീകരിക്കപ്പെടട്ടെ, ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവേ വീശണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ശക്തി പകരണമേ. ദൈവജനത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, വചനത്താൽ നിറയ്ക്കണമേ. നവീകരണത്തിൻ്റെ വലിയൊരു അഭിഷേകം വിശ്വാസ സമൂഹം ആത്മാവിൻ്റെ അഗ്നി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജെനി, ഞാൻ അടുത്തവായിൽ നിന്ന് വരുന്നു. ഞാൻ 1 വർഷമായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ മാസവും ഓരോ തടസ്സങ്ങളായിട്ട് മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ചെയ്ത് ജൂൺ 7-ാം തീയതി എനിക്കൊരു പനിയുടെ അസ്വസ്ഥത വന്ന് കിടപ്പിലായി. പല ഡോക്ടർമാരെയും കാണിച്ചു. അവരൊക്കെയും ബ്ലഡൊക്കെയും ടെസ്റ്റ് ചെയ്തു. ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം 3ാമത് വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുന്ന് അവർ പറഞ്ഞു ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്യണം, എങ്കിലേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പം 10-20 ദിവസം ആയപ്പോഴത്തേക്കിന് പനി അങ്ങ് കൂടി മരിക്കുമെന്ന സ്ഥിതിയിലായി.
അന്നേരം ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ മരിച്ചു പോകും, ഒരു രക്ഷയില്ല, എൻ്റെ കുഞ്ഞിനെ നോക്കണം, വീട്ടിൽ കൊടുത്ത് നോക്കണമെന്നൊക്കെയും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഞാൻ ഗുഡ് ന്യൂസിലേക്ക് വരാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ചെയ്ത് പനിക്കൊരു ചെറിയ ആശ്വാസം പോണക്ക് തോന്നി. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. ഈ ധ്യാനത്തിന് വരാമെന്ന് പറഞ്ഞപ്പം തന്നെ അവിടെ ഡോക്ടറാണെങ്കിൽ എൻ്റെ പുറത്ത് സ്റ്റെത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു, റൈറ്റ് സൈഡിൽ നിന്നും എയർ കിട്ടുന്നില്ല, എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, അത് കാരണം എക്സ്റേ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി എന്നെ ആലപ്പുഴയിലേക്ക് വിട്ടു. ഡിജിറ്റൽ എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഡിജിറ്റൽ എക്സ്റേ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നീർക്കെട്ട് പോണക്ക് കാണുന്നു, അതിൻ്റെ അകത്ത് ശകലം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ നോക്കാൻ പറ്റത്തില്ല, ചെസ്റ്റ് ഫിസിഷ്യനെ കാണിക്കണമെന്ന് പറഞ്ഞു ആലപ്പുഴയിൽ. അങ്ങനെ ഞങ്ങൾ ചെസ്റ്റ് ഫിസിഷ്യനെ കാണിക്കാൻ പോയി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ദൈവമേ, എന്നെ അടുത്ത മാസത്തെ ധ്യാനത്തിന് വിടുകയാണെങ്കിൽ ഗുഡ് ന്യൂസിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പ്ലൂറൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അത് ഡോക്ടർ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ചെയ്ത് വേറെ ഒരു ഡോക്ടർ വന്നിട്ട് ഞങ്ങളെ 5ാം നിലയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിമ്പിൾ പ്രൊസീജിയർ പോകണക്ക് ആ ഡോക്ടർ ആ ഫ്ലൂയിഡ് മുഴുവൻ എടുത്തു കളഞ്ഞു. ഗുഡ് ന്യൂസിൽ വന്ന് ധ്യാനത്തിന് വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഇത്രയും അത്ഭുതമായിട്ട് അവിടെ ഡോക്ടർ ഫുൾ ഫ്ലൂയിഡും എടുത്തു കളയുകയും അങ്ങനെ ടെമ്പറേച്ചർ അന്ന് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. യേശുവെ നന്ദി, യേശു തന്ന സൗഖ്യത്തിന് നന്ദി. അതുകൂടാതെ മിനിയാന്നത്തെ ആരാധനയുടെ സമയത്ത് എൻ്റെ കാൽമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. മടക്കുവാനോ ഒന്നും സാധിച്ചില്ല. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ 2 കാലും നീട്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് സ്തുതിപ്പിൻ്റെ സമയത്ത് എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വലത് കാലിന് ഭാരം കുറയുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അത് കഴിഞ്ഞ് അന്ന് രാത്രിയിലായിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കൊന്തയൊല്ലാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ കാല് മടക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കാല് മടക്കുവാൻ സാധിക്കും, ഒരു കുഴപ്പമില്ല. 2 വർഷമായിട്ടുള്ള യേശു തന്ന സൗഖ്യത്തിന് 1000 നന്ദി. യേശുവെ നന്ദി, യേശു സ്തോത്രം. ജ്വാലയാ റൂഹായി വരേണമേ, തീജ്വാലയാ റൂഹായി വരേണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായി വരേണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ.